ഹലോ എവ്രി വൺ, ഇറ്റ്സ് മീ ഹരേ കൃഷ്ണ. അപ്പോൾ ഈ വർഷത്തെ കേരള എൻട്രൻസ് നോട്ടിഫിക്കേഷനൊക്കെ വരാറായി. എൻട്രൻസ് ഒക്കെ ക്ലിയർ ചെയ്ത് ഒരു ഗവൺമെന്റ് കോളേജിൽ പഠിക്കാൻ ആഗ്രഹിക്കുന്നവരാണോ നിങ്ങൾ? എന്നാൽ ഈ വീഡിയോ ഉറപ്പായി നിങ്ങൾക്ക് ഗുണം ചെയ്യും. എന്തൊക്കെ പഠിക്കണം, എങ്ങനെ പഠിക്കണം, നോട്ടിഫിക്കേഷൻ വന്നോ, ഫീസ് സ്ട്രക്ചർ എങ്ങനെയാ എന്നീ കാര്യങ്ങളൊക്കെ ചോദിച്ചാൽ എനിക്ക് ഒരുപാട് കമന്റ്സും അതുപോലെ തന്നെ ഡയറക്റ്റ് മെസ്സേജ് ഒക്കെ കിട്ടി. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ സംബന്ധിച്ചൊരു ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ നമ്മൾ ഇനി വരും ദിവസങ്ങളിൽ ചെയ്യുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ എന്തൊക്കെ പഠിക്കണം, എങ്ങനെ പഠിക്കണം, എത്ര സമയം ചെലവഴിക്കണം എന്നൊക്കെ ഉൾപ്പെടുത്തിയ ഒരു ഡീറ്റെയിൽ ആയിട്ടൊരു സ്റ്റഡി പ്ലാൻ വീഡിയോ നമ്മൾ ചെയ്യുന്നുണ്ട്. അപ്പോൾ വെയിറ്റ് ഫോർ ദ കണ്ടന്റ്. ഇനി നമ്മുടെ വിഷയത്തിലേക്ക് വരാം. അപ്പൊ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ എൻട്രൻസിന്റെ കേരള ലോ എൻട്രൻസിന്റെ സിലബസിനെ പറ്റിയൊക്കെ പറഞ്ഞു. ഒരു സിമ്പിൾ ആയിട്ടുള്ള ഒരു ഔട്ട്ലൈൻ ആണ് തന്നത്. അപ്പോൾ ഈ വീഡിയോ ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു ഔട്ട്ലൈൻ ആണ് ഞാൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ഈ വീഡിയോയിൽ ഏറ്റവും കൂടുതൽ ഫോക്കസ് ചെയ്യുന്നത് ലീഗൽ ആപ്റ്റിറ്റ്യൂഡ് ഭാഗത്താണ്. നമുക്കറിയാം, ലീഗൽ ആപ്റ്റിറ്റ്യൂഡ് ഭാഗത്ത് 70 ചോദ്യങ്ങൾ വരുന്നുണ്ട്. അതായത് 210 മാർക്ക്. 600 ടോട്ടല്. അത് 210 മാർക്ക് എന്ന് പറയുമ്പോൾ 1/3. അപ്പോൾ നമ്മുടെ എൻട്രൻസിന്റെ കോർ സബ്ജക്റ്റ് എന്ന് പറയുന്നത് ലീഗൽ ആപ്റ്റിറ്റ്യൂഡ്, അതായത് ലീഗൽ ആയിട്ടുള്ള സബ്ജക്റ്റുകൾ. അപ്പോൾ ലീഗൽ ആയിട്ടുള്ള സബ്ജക്റ്റുകൾ എങ്ങനെയൊക്കെ പഠിക്കണം, എന്തൊക്കെ പഠിക്കണം, അത് ഏത് രീതിയിൽ പഠിക്കണം എന്നൊക്കെ കാര്യങ്ങളാണ് നമ്മൾ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ ലീഗൽ സബ്ജക്ട്സ് നമുക്ക് 2 രീതിയിൽ തരംതിരിക്കാം നമുക്ക്. ഓക്കെ, ഒന്ന് പ്രൈമറി സബ്ജക്ട്സും പിന്നൊന്ന് സെക്കൻഡറി സബ്ജക്ട്സും. ഈ പ്രൈമറി സബ്ജക്റ്റിൽ ഏതൊക്കെയാണ് വരുന്നത് നമുക്കൊന്ന് നോക്കാം. പ്രൈമറി സബ്ജക്റ്റുകൾ എന്ന് പറയുന്നത് കോൺസ്റ്റിറ്റ്യൂഷൻ ലോ, ലോ ഓഫ് ടോർട്സ്, കോൺട്രാക്ട് ലോ, IPC ഇന്ത്യൻ പീനൽ കോഡ്, ലീഗൽ ടേംസ് ആൻഡ് മാക്സിംസ്, ജൂറിസ്പ്രുഡൻസ്, അതുപോലെ തന്നെ ലീഗൽ GK. ഇതിനെ ഞാൻ പ്രൈമറി സബ്ജക്റ്റുകൾ എന്ന് വിളിക്കാൻ കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ 70 ക്വസ്റ്റ്യനിലെ മഹാഭൂരിപക്ഷം ചോദ്യങ്ങൾ വരുന്നത് ഈ പ്രൈമറി സബ്ജക്റ്റിൽ നിന്നായിരിക്കും. അപ്പോൾ പ്രൈമറി സബ്ജക്റ്റുകൾ നിങ്ങൾ പഠിച്ച് ക്ലിയർ ആൻഡ് കട്ട് ആക്കണം ആദ്യം. ഓക്കെ, അതിനാണ് നമ്മൾ ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. ഈ പ്രൈമറി സബ്ജക്റ്റിൽ നിന്ന് ഏത് ഭാഗത്തുനിന്ന് ചോദ്യം വന്നാലും നമുക്ക് എന്ത് ചെയ്യണം, ആൻസർ ചെയ്യാൻ പറ്റണം. അതായത് 210 മാർക്കിലെ ഏറ്റവും മാക്സിമം മാർക്ക് വരുന്നത് ഈ ഭാഗത്തു നിന്നാണ്. അതുപോലെ തന്നെ ആ ഭാഗത്തു നിന്ന് നമുക്ക് ധാരാളം മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റണം. പിന്നീട് വരുന്നത് സെക്കൻഡറി സബ്ജക്റ്റുകളാണ്. ഓക്കെ, സെക്കൻഡറി സബ്ജക്റ്റുകൾ CRPC, CPC, ഇന്റർനാഷണൽ ലോ, കമ്പനി ലോ, ഫാമിലി ലോ, അങ്ങനെയുള്ള മറ്റുള്ള ലീഗൽ സബ്ജക്റ്റുകളെല്ലാം സെക്കൻഡറി സബ്ജക്റ്റുകൾ. സെക്കൻഡറി സബ്ജക്റ്റുകൾ എന്ന് ഞാനിത് പറയാൻ കാരണം ഇതിൽ നിന്ന് വരുന്ന ചോദ്യങ്ങൾ കുറവായിരിക്കും. ഓക്കെ, അപ്പോൾ നിങ്ങൾ ഒരിക്കലും പ്രൈമറി സബ്ജക്റ്റുകൾ സ്കിപ്പ് ചെയ്തിട്ട് സെക്കൻഡറി സബ്ജക്റ്റുകളിലേക്ക് വരരുത്. പ്രത്യേകം ശ്രദ്ധിക്കണം. പ്രൈമറി സബ്ജക്റ്റുകൾ പഠിച്ച് ക്ലിയർ ആൻഡ് കട്ട് ആക്കിയതിന് ശേഷം മാത്രമേ സെക്കൻഡറി സബ്ജക്ട്സ് നമ്മൾ ഫോക്കസ് ചെയ്യുള്ളൂ. അതിലെ കോൺസ്റ്റിറ്റ്യൂഷൻ ലോയിൽ മെയിൻ ആയിട്ട് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ആണ് ചോദിക്കുക. ഓക്കെ, ഡിഫറെന്റ് ആർട്ടിക്കിൾസ്, ഷെഡ്യൂൾസ്, പ്രസിഡന്റിന്റെ ആർട്ടിക്കിൾ, പ്രസിഡന്റിന്റെ പവേഴ്സ്, അതുപോലെ ഏറ്റവും കൂടുതൽ ജുഡീഷ്യറി, ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിലെ ജുഡീഷ്യറി. നമ്മൾ എഴുതുന്നത് ലോ എൻട്രൻസ് ആണ്. അപ്പൊ ഏറ്റവും കൂടുതൽ വരുന്നത് ജുഡീഷ്യറി നിറയെ ചോദ്യങ്ങൾ ഉണ്ടാവും. സുപ്രീം കോർട്ടിനെ സംബന്ധിച്ച ആർട്ടിക്കിളുകൾ, സുപ്രീം കോർട്ടിന്റെ ജഡ്ജസിന്റെ ക്വാളിഫിക്കേഷൻസ്, അങ്ങനത്തെ, അതുപോലെ ഹൈക്കോർട്ട് ജഡ്ജിന്റെ ക്വാളിഫിക്കേഷൻസ്. അപ്പൊ ജുഡീഷ്യറി, ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിലെ ഏറ്റവും കൂടുതൽ ഭാഗങ്ങൾ ചോദ്യങ്ങൾ വരുന്നത് ജുഡീഷ്യറി ഭാഗത്താണ്. അപ്പൊ എൻട്രൻസിന്റെ ഒരു ലോ എൻട്രൻസ് ആയതുകൊണ്ട് ജുഡീഷ്യറി ആണ് കൂടുതൽ ഫോക്കസ് ചെയ്യുക. പിന്നെ അതുപോലെ തന്നെ ലോ ഓഫ് ടോർട്സ് ഉണ്ട്, കോൺട്രാക്ട് ലോ ഉണ്ട്, ഇന്ത്യൻ പീനൽ കോഡ് ഉണ്ട്, ലീഗൽ ടേംസ് ആൻഡ് മാക്സിംസ്. ലീഗൽ ടേംസ് ആൻഡ് മാക്സിംസ് എന്ന് പറഞ്ഞാൽ എന്താ, നമ്മുടെ ലീഗൽ സബ്ജക്റ്റുകളിൽ യൂസ് ചെയ്യുന്ന ചില പ്രത്യേകതരം വാക്കുകളുണ്ട്, ഇല്ലേ? ഒരുപാട് വാക്കുകളുണ്ട്. നമ്മുടെ അമിക്കസ് ക്യൂരി, അതുപോലെ തന്നെ ബെയില്, അതുപോലെ തന്നെ ബോണ്ട്, അങ്ങനത്തെ കുറേ വാക്കുകളുണ്ട്. അബിനീഷ്യോ, ഓക്കെ, വോയിഡ്, അങ്ങനത്തെ കുറെ ലീഗലായ വേർഡ്സ് ഉണ്ട്. അതുപോലെ ലീഗൽ മാക്സിംസ് ഉണ്ട്, ആക്ടസ് നോൺ ഫാസിട്രിയ, നിസി മെൻസിട്രിയ, അങ്ങനത്തെ ലീഗൽ മാക്സിംസ് ഉണ്ട്, റെസ്പോണ്ടേറ്റ് സുപ്പീരിയർ, അങ്ങനത്തെ ലീഗൽ മാക്സിംസ്. അതൊക്കെ നമുക്ക് അതിൽ നിന്നും ചോദ്യങ്ങൾ വരും. അതാണ് ലീഗൽ ടേംസ് ആൻഡ് മാക്സിംസ്. പിന്നെ വരുന്നത് ജൂറിസ്പ്രുഡൻസ്, സയൻസ് ഓഫ് ലോന്റെ ബേസിക്സ്, അതിൽ നിന്ന് ചോദ്യങ്ങൾ നമുക്ക് വരും. അതുപോലെ പിന്നെ വരുന്ന ലീഗൽ GK. ലീഗൽ GK എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലീഗലായിട്ട് ബന്ധപ്പെട്ടുള്ള GK. ഇപ്പൊ ഫോർ എക്സാമ്പിൾ ഞാൻ പറയാം, ഇപ്പൊ ഫസ്റ്റ് വുമൺ ടു ബിക്കം ദ ജഡ്ജ് ഓഫ് സുപ്രീം കോർട്ട്, ദ ഫസ്റ്റ് വുമൺ ടു ബിക്കം ദ ചീഫ് ജസ്റ്റിസ് ഓഫ് ഹൈക്കോർട്ട്, അതുപോലെ ഇപ്പോഴത്തെ ചീഫ് ജസ്റ്റിസ് ആരാ, അങ്ങനെ ലീഗലായി ബന്ധപ്പെട്ടുള്ള GKകൾ, ഓരോ ചില നിയമങ്ങൾ, ഇമ്പോർട്ടൻറ്റ് കേസസ്, മെയിൻ ലാൻഡ്മാർക്ക് കേസസ് ഉണ്ട്, ഇമ്പോർട്ടൻറ്റ് കേസസ്. ഓക്കെ,
ലാൻഡ്മാർക്കായ ഒരുപാട് കേസുകളുണ്ട്. കേശവാനന്ദ ഭാരതിയുടെ കേസ് ഉണ്ട്, അതുപോലെ തന്നെ മിനർവ മിൽസ് കേസ്, അത് ഹേബിയസ് കോർപ്പസ് കേസ്, അങ്ങനെ നമ്മുടെ ശ്രേയാ സിംഗാലിന്റെ കേസ്, അതുപോലെ തന്നെ നമ്മുടെ ശബരിമല കേസ്, അങ്ങനെ ഒരുപാട് ലാൻഡ്മാർക്കായ സുപ്രീം കോടതി കേസുകളുണ്ട് കേരള ഹൈക്കോടതി. ആ കേസുകളൊക്കെ നമ്മൾ സുപ്രീം കോടതി കേസുകളാണ് കൂടുതൽ ചോദിക്കുക, അതൊക്കെ നമ്മൾ പഠിക്കണം. അതൊക്കെയാണ് ലീഗൽ ജി കെയിൽ വരുന്നത്. പിന്നെ ഞാൻ പറഞ്ഞു സെക്കൻഡറി സബ്ജക്ട്സ്, പ്രൈമറി സബ്ജക്ട്സിനാണ് നമ്മൾ ഏറ്റവും കൂടുതൽ വെയിറ്റേജ് കൊടുക്കേണ്ടത്. കാരണം മഹാഭൂരിപക്ഷം ചോദ്യങ്ങളും പ്രൈമറി സബ്ജക്ട്സിനായിരിക്കും. ഇനിയും എങ്ങനെ ലീഗൽ ആപ്റ്റിറ്റ്യൂഡ്, ലീഗൽ സബ്ജക്ട്സ് എങ്ങനെ പഠിക്കാം എന്നുള്ളൊരു ചെറിയൊരു ഔട്ട്ലൈൻ തരാം. നമ്മൾ ഡീറ്റെയിൽ ആയിട്ടുള്ള കണ്ടന്റുകൾ നമ്മൾ ഇനി ദിവസങ്ങളിൽ വരുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത്, നിങ്ങൾ നേരെ ബുക്ക് സ്റ്റാളിലേക്ക് പോവുക. ബുക്ക് സ്റ്റാളിലേക്ക് പോയിട്ട് നല്ലൊരു ക്ലീഡ് കേരള ലോ എൻട്രൻസിന് പറ്റിയ നല്ലൊരു ഗൈഡ് നിങ്ങൾ വാങ്ങിക്കുക. ഓക്കെ, അതിപ്പോൾ നിങ്ങളുടെ സാമ്പത്തിക ശേഷി അനുസരിച്ച് നിങ്ങൾക്ക് അഫോർഡ് ചെയ്യുന്ന രീതിയിലുള്ള നല്ലൊരു ഗൈഡ് കൃത്യമായിട്ട് മറച്ച് നോക്കുക. അതുപോലെ തന്നെ കണ്ടന്റ് പേജ് കൃത്യമായിട്ട് നോക്കുക. അതായത് നമ്മുടെ സിലബസ് കൃത്യമായിട്ട് ആ ഗൈഡ് ഫോളോ ചെയ്യുന്നുണ്ടോ നിങ്ങൾ ഉറപ്പ് വരുത്തുക. എന്നിട്ട് അത് ഒരെണ്ണം മേടിക്കാം. നമ്മളൊരു ഗൈഡ് മേടിച്ച് കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാവും എന്തൊക്കെയാണ് പഠിക്കേണ്ടത്. നമുക്ക് ധാരാളം ചോദ്യങ്ങൾ കിട്ടും അതിൽ നിന്ന്. ഓക്കെ, അപ്പോൾ ആ ക്വസ്റ്റ്യൻ പ്രാക്ടീസ് ഒക്കെ ഭയങ്കര ഇമ്പോർട്ടൻറ്റ്. അപ്പോൾ ഒരു ഗൈഡ് മേടിച്ച് നിങ്ങൾ കൃത്യമായിട്ട് നിങ്ങൾ എന്ത് പ്രിപ്പറേഷൻ ചെയ്യുക. അതുപോലെ നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ, ഒരു നോട്ട്ബുക്ക് നിങ്ങൾ കയ്യിൽ വയ്ക്കുക. അതിൽ ഡെയിലി നിങ്ങൾ എന്ത് ചെയ്യുക, പത്രം നിങ്ങളിപ്പോൾ ഫിസിക്കലായിട്ട് പത്രം വായിക്കുന്നുണ്ടോ, അല്ലെങ്കിൽ ഓൺലൈനായിട്ട് ന്യൂസ് മീഡിയസ് എങ്ങനെയായാലും കൃത്യമായിട്ട് നിങ്ങൾ ലീഗലായി ബന്ധപ്പെട്ടുള്ള കറണ്ട് അഫയേഴ്സ് ഉണ്ട്, ലീഗലായിട്ടുള്ള ബന്ധപ്പെട്ടുള്ള കറണ്ട് അഫയേഴ്സ് ഉണ്ട്. ഓക്കെ, അതായത് ഇപ്പൊ ഞാൻ പറയാം, ഇപ്പോൾ ഏതെങ്കിലും പുതിയൊരു നിയമം പാസ്സാകുന്നത്, ഇപ്പൊ നമ്മുടെ IPCക്ക് പകരം ഭാരതീയ ന്യായ സംഹിത വരികയാണ്, പുതിയ നിയമം വരികയാണ്. അങ്ങനത്തെ പാർലമെന്റ് പാസ്സാക്കുന്ന പുതിയ നിയമങ്ങൾ അതൊക്കെ നമ്മുടെ പത്രത്തിൽ വരും. അങ്ങനത്തെയുള്ള ലീഗലായിട്ടുള്ള കറണ്ട് അഫയേഴ്സ്, ഇപ്പൊ പുതിയ ഏതെങ്കിലും ജഡ്ജിനെ സുപ്രീം കോടതിയിൽ പുതിയ ചീഫ് ജസ്റ്റിസ് മാറി പുതിയ ചീഫ് ജസ്റ്റിസ് വരുന്നുണ്ടെങ്കിൽ ആ അപ്പോയിന്റ്മെന്റ്സ്, ലീഗൽ അപ്പോയിന്റ്മെന്റ്സ്, അതുപോലെ തന്നെ ലീഗലായിട്ട് ബന്ധപ്പെട്ടുള്ള എല്ലാ ഡെവലപ്മെന്റ്സും, നിയമമായി ബന്ധപ്പെട്ടിട്ടുള്ള റീസെന്റ് ആയിട്ടുള്ള എല്ലാ ഡെവലപ്മെന്റ്സ് നിങ്ങൾ എന്ത് ചെയ്യണം, പത്രത്തിൽ നിന്നോ അല്ലെങ്കിൽ ഓൺലൈൻ മീഡിയാസ് എങ്ങനെ നിന്ന് എന്ത് ചെയ്യണം, നിങ്ങൾ ഒരു നോട്ട്ബുക്കിൽ ഡെയിലി ഡേറ്റ് ഇട്ട് നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കണം. അത് നിങ്ങളുടെ ലീഗൽ GK ഭാഗത്ത്, പ്രൈമറി സബ്ജക്റ്റ് ആയ ലീഗൽ GK ഭാഗത്തേക്ക് ഒരുപാട് ഗുണം. അപ്പൊ നിങ്ങൾ കറക്റ്റ് അപ്ഡേറ്റഡ് ആയിരിക്കണം. ഇപ്പോൾ ഈ ഇന്ത്യയിൽ അല്ലെങ്കിൽ വേൾഡിൽ ലീഗലായിട്ട് ബന്ധപ്പെട്ടുള്ള എന്തൊക്കെ ഡെവലപ്മെന്റ്സ് നടക്കുന്നുണ്ട്, പ്രധാനമായിട്ട് പാർലമെന്റ് പാസ്സാക്കുന്ന പുതിയ നിയമങ്ങൾ, ഒക്കെ ആ നിയമങ്ങൾ എന്താണ് അത് പഠിക്കണം. അതുപോലെ ഇമ്പോർട്ടൻ്റ് ആയ ലീഗൽ അപ്പോയിന്റ്മെന്റ്സ്, പുതിയ അറ്റോർണി ജനറൽ, സോളിസിറ്റർ ജനറൽ, അതുപോലെ അഡ്വക്കേറ്റ് ജനറൽ, അതിൽ പുതിയ ആരെങ്കിലും ചീഫ് ജസ്റ്റിസ് മാറി പുതിയ ചീഫ് ജസ്റ്റിസ് വരുന്നുണ്ടെങ്കിൽ, കേരള ഹൈക്കോടതിയിലേക്ക് പുതിയ ഏതെങ്കിലും ജഡ്ജിമാർ അപ്പോയിന്റ് ചെയ്യപ്പെടുന്നുണ്ടെങ്കിൽ, അതൊക്കെ നിങ്ങൾ എന്ത് ചെയ്യണം, കൃത്യമായിട്ട് ലീഗലായി ബന്ധപ്പെട്ടുള്ള എല്ലാ കറന്റ് സെനാരിയോ നടക്കുന്ന എല്ലാ കാര്യങ്ങളും നിങ്ങൾ എന്ത് ചെയ്യണം, ആ നോട്ട്ബുക്കിൽ നോട്ട് ചെയ്യണം. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഈ വീഡിയോയിൽ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമ്മൾ ഇനിയുള്ള ഡേയ്സ് നമ്മൾ ഫർദർ കണ്ടന്റുകളായിട്ട് വരും. ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് ഈ ഒരു എൻട്രൻസ് എങ്ങനെ ക്രാക്ക് ചെയ്യണം എന്നുള്ള എല്ലാ സ്ട്രാറ്റജീസും പ്ലാൻസും, അതുപോലെ തന്നെ സ്റ്റഡി പ്ലാൻ ഉൾപ്പെടെയുള്ള നോട്ടിഫിക്കേഷൻ സംബന്ധിച്ചുള്ള എൻറ്റയർ കാര്യങ്ങൾ നമ്മൾ അതിനെ സംബന്ധിച്ചുള്ള വീഡിയോസ് നമ്മൾ വരുന്നുണ്ട്. അപ്പോൾ എല്ലാവരും കണ്ടന്റിന് വേണ്ടി അപ്പോൾ നിങ്ങൾക്ക് ഈ കണ്ടന്റ് ഹെൽപ്ഫുൾ ആവുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ കേരള ലോ എൻട്രൻസ് സംബന്ധിച്ചുള്ള എല്ലാ ഡീറ്റെയിൽസും എൻ്റെ ടെലഗ്രാം ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അത് ലിങ്ക് ഞാൻ ബയോയിൽ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഇൻസ്റ്റാഗ്രാം ചാനലിലും എല്ലാ അപ്ഡേറ്റ്സും കാര്യങ്ങളെല്ലാം വരും. അപ്പോൾ എല്ലാവരും ഫോളോ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.